വീട്ടിലെ മണ്ണ് വെച്ച് തന്നിട്ട് ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ കുറേ നാളും കൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഇപ്പോഴാണ് ഒത്തത്. അതുകൊണ്ട് ഞാൻ പരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മണ്ണെടുക്കുമ്പോൾ ഈ ചരലുള്ള പുറമേ കിടക്കുന്ന മണ്ണ് എടുക്കാതെ ഒന്ന് കുഴിച്ചിട്ട് അകത്തുള്ള മണ്ണ് വേണം എടുക്കാൻ. എടുത്തിട്ട് ഇതേപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ മണ്ണ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ അകത്ത് കല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് കൈകൊണ്ട് കളയാൻ പറ്റുന്ന അത്രയും കളയണം. എന്നിട്ടൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് വെച്ചിട്ട് നമ്മളൊരു വേറൊരു പാത്രത്തിനകത്തോട്ട് ഒരു തുണി ഇട്ടിട്ട് ഇത് അരിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും കല്ലൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ ആ മൊത്തം വെള്ളവും അങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം കുറച്ച് നേരവും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒന്ന് തെളിഞ്ഞു വരാൻ നേരം വീണ്ടും അതൊന്നുകൂടി കലക്കിയിട്ട് ഒരു തവണയും കൂടി ആയിരിക്കണം. നമ്മൾ ഈ 2-3 തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്ലേ കിട്ടുമ്പോൾ അത് നല്ല മയമായിട്ടുള്ള രീതിക്കായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ കല്ലൊക്കെ പോണക്ക് വരും. അങ്ങനെ 2 തവണ ഇതേപോണക്ക് എടുത്തിട്ട് ഒരു 2-3 മണിക്കൂറത്തേക്കൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഈ ക്ലേ അങ്ങ് അടിയിലായിട്ട് നമുക്ക് ആ വെള്ളം നല്ല പോണക്ക് തെളിഞ്ഞ് കിട്ടും. അന്നേരം നമുക്കിതിങ്ങനെ പതിയെ കോരിക്കളയാം. പതിയെ എടുക്കണം, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കലങ്ങിപ്പോകും. അങ്ങനെ നമ്മൾ ആ വെള്ളം മൊത്തം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വെള്ളം ഇങ്ങനെ കോരിക്കളയണം. അങ്ങനെ വെള്ളം എല്ലാം കോരിക്കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി ഇത്രയും ക്ലേ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മണ്ണല്ലേ എടുത്തുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. ഇനി നമുക്കിതൊരു തുണി വെക്കണം. തുണി വയ്ക്കുമ്പോൾ നല്ല കട്ടിയുള്ള തുണി തന്നെ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കട്ടി കുറഞ്ഞതാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ക്ലേ മൊത്തത്തിൽ അതിൻ്റെ അകത്തോട് ഊർന്നു പോകും. ഈ കട്ടിയുള്ളതിനകത്താകുമ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാം ഇത് ക്ലേ മണ്ടയ്ക്ക് കിടക്കുകയും ചെയ്യും. അതിൽ നിന്ന് വീഴുന്നത് വെള്ളം മാത്രം, ബാക്കിയുള്ള വെള്ളം മാത്രമേ അതിൻ്റെ അതൊന്ന് ഇറ്റ് പോകത്തുള്ളൂ. എന്നിട്ട് നമുക്കത് ഈ കിഴി കിട്ടുന്ന പൂണക്കൊന്ന് കെട്ടി വയ്ക്കണം. ഞാനൊരു വൈകിട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുത്തപ്പോൾ എന്തെങ്കിലും ഇതേ പൂണക്ക് ആ ക്ലേ ആണെങ്കിൽ നല്ലത് പൂണക്ക് വെള്ളം മൊത്തം പറ്റിയിട്ടില്ല, കുറച്ചല്ലേ ഉള്ളായിരുന്നു. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ആ തുണിക്കകത്ത് തന്നെ ഇങ്ങനെ നല്ല പൂണക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് വെയിലത്ത് വെക്കല്ലേ, അല്ലാണ്ട് തണലത്ത് തന്നെ വെച്ചേക്കണം. എനിക്ക് കുറച്ച് കഴിഞ്ഞ് രാവിലെ വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്കത് അത്യാവശ്യം എൻ്റെ വെള്ളമെല്ലാം പോയിട്ട് കിട്ടി. എന്നിട്ട് നമ്മളതെടുത്ത് നന്നായിട്ട് കുഴച്ച് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കും. എന്ത് തന്നെയാലും ഉദ്ദേശിച്ച പോണക്ക് തന്നെ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ചുമ്മാ അതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്തൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് നൂല് വെച്ചൊക്കെ ഒന്ന് മുറിച്ച് നോക്കി മുറിഞ്ഞൊക്കെ വരുന്നുണ്ട്. നല്ല കട്ടിയൊക്കെ കുറഞ്ഞ രീതിക്ക് തന്നെ. ഇനി എൻ്റെ ഒന്നിൽ ഏറെ മണ്ണ് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കണം.